ഹായ് കൂട്ടുകാരെ, ഇന്നൊരു ചട്നി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. വേർക്കടല ചട്നി, നമ്മുടെ നാട്ടിലെ കപ്പലണ്ടി ചട്നി, അതായത് പച്ച കപ്പലണ്ടി വാങ്ങിച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ഉള്ളിയും 2-3 അല്ലി വെളുത്തുള്ളി, പറ്റിലമുളക്, കറിവേപ്പില ഇത്രയിട്ട് ഞാൻ കറിവേപ്പില ഓപ്ഷനിലാണ്. അതിട്ട് വഴറ്റിയാൽ കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ വരും. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് വഴറ്റിയതിന് ശേഷം ഉള്ളി ഞാൻ കണ്ടിക്കാതാണ്, കഷ്ണം ആക്കാതെയാണ്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു ശകലം പുളിയും കൂടി ഇട്ട് നമ്മൾ വറുത്ത കപ്പലണ്ടിയും കൂടി ഇതിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ കല്ലുപ്പാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത്. പിന്നെ തേങ്ങാ തിരിങ്ങി ഞാൻ വഴട്ടുന്നൊന്നുമില്ല, ചൂടാറിയപ്പോൾ അതിലിട്ടൊന്ന് ഇളക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് വെള്ളം ഒഴിക്കാതെ ചതച്ചെടുത്തതിന് ശേഷം വെള്ളം ചേർക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. കല്ലുപ്പിട്ടു ചതച്ചെടുത്തതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഈ കപ്പലണ്ടി എല്ലാം തെന്നി ഇങ്ങനെ കിടക്കും. അപ്പോൾ നമ്മൾ ഫൈനായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് കടുക് താളിച്ചേക്കാം. കടുക് ഇട്ടു, 1 സ്പൂൺ ഉഴുന്ന്, വറ്റൽമുളക്, ചെറിയ ഉള്ളി അരിഞ്ഞത്, കറിവേപ്പില ഇത്രയിട്ട് നല്ലതായിട്ട് വഴറ്റി ഇതിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ ചട്നി തയ്യാർ. ചട്നികളിൽ ഒന്ന് തയ്യാർ. അപ്പോൾ ഇത് വഴറ്റി കഴിയുമ്പോൾ നമ്മൾ ഇതാ നോക്കിക്കുക, ഇതിനകത്തോട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒരേപോലെ ചേർത്ത് കഴിക്കാവുന്ന അടിപൊളി ചട്നിയാണ്. ഇനി നമുക്ക് ദോശയാണിന്ന്. ദോശ ചെയ്ത് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാം. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. അതിനെ സപ്പോർട്ട് ചെയ്യണം. എല്ലാ കൂട്ടുകാരെയും ഞാനും പ്രോത്സാഹിപ്പിക്കും, എന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതിനകത്തോട്ട് എണ്ണ തെളിച്ച് ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്ന പോലെ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാം. അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.